ഹലോ, നമ്മളിന്ന് മല്ലിയും മുളകും ഇട്ട് വറുത്തരച്ച് വെച്ച ഒരു അടിപൊളി മീൻകറിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മോതമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാവേ. അപ്പോൾ നമ്മൾ പാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ ഉലുവ, പെരിഞ്ചീരകം, ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടായി വന്ന പാനിലേക്ക് ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട് ഒന്ന് മൂത്ത പരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒരു ജാറിലേക്ക് മാറ്റി ലേശം ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. കടുകും ഉലുവയും കൂടെ നമുക്കിട്ട് പൊട്ടിക്കാം. ഈ പൊട്ടി വരുന്ന കടുകിലും ഉലുവയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമുക്കൊരു തക്കാളിയും 4 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും പച്ചമുളകും നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഈ എണ്ണയിലിട്ട് തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രം നമുക്ക് ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്കത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പും കുടമ്പുളിയും കൂടി ഒരു ബൗളിൽ കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് വരാനായിട്ട് നമുക്ക് ചട്ടി അടച്ച് വെക്കാം. ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫാക്കി നമ്മൾ ചട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വറുത്തരച്ചതിൻ്റെ കറിയുടെ രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.